ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചടങ്ങുകളിലൊന്നായ മഹാകുംഭമേള സമാപനത്തിലേക്ക്. മഹാശിവരാത്രി ദിനത്തിലെ അവസാന പുണ്യസ്നാനത്തിനായി പ്രയാഗ്രാജിലേക്ക് ഭക്തജന പ്രവാഹമാണ് ഉണ്ടായത്. 70 കോടി ഭക്തരുടെ പങ്കാളിത്തത്തിലൂടെ ഇത്തവണത്തെ കുംഭമേളയിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വയ്ക്കുകയാണ് UP സർക്കാർ. പൗഷ് പൗർണമി മുതൽ മഹാശിവരാത്രി വരെ നീളുന്ന 45 ദിവസത്തെ മഹാകുംഭമേള മഹാശിവരാത്രി ആഘോഷങ്ങളോടെ ഇന്ന് സമാപിക്കും. ത്രിവേണി സംഗമത്തിലെ അവസാന പുണ്യസ്നാനത്തിനായി ജനപ്രവാഹമാണ് പ്രയാഗ്രാജിലേക്ക് ഇരച്ചെത്തുന്നത്. പുലർച്ചെ ആരംഭിച്ച പുണ്യസ്നാനത്തിന്റെ ഭാഗമാവാൻ രാവിലെ 6 മണിയോടെ 41 ലക്ഷം പേരാണ് എത്തിയത്. സമാപന ദിനത്തിൽ 1 കോടിയിലധികം ഭക്തർ പ്രയാഗ്രാജിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ജനുവരി 13-നാണ് ആരംഭിച്ചത്. തൊട്ടടുത്ത ദിവസം മകരസംക്രാന്തിയോടെ ആരംഭിച്ച പുണ്യസ്നാനത്തിൽ ഇതുവരെ 65 കോടിക്കടുത്ത് ഭക്തർ പങ്കെടുത്തതായാണ് UP സർക്കാരിന്റെ കണക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മുതൽ ബോളിവുഡ് താരങ്ങളടക്കം പ്രമുഖർ സ്നാനത്തിനെത്തി. ചൊവ്വാഴ്ച മാത്രം 1.4 കോടിയിലധികം ഭക്തർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. അവസാന ദിവസം വിദേശികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ സംഗമസ്ഥലത്ത് സ്നാനത്തിനായി എത്തിയിട്ടുണ്ട്. 70 കോടിയിലധികം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഇത്തവണയും മഹാകുംഭമേള ഗിന്നസ് റെക്കോർഡിലെത്തുമെന്നാണ് UP സർക്കാരിന്റെ പ്രതീക്ഷ. 1500 ശുചീകരണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സ്വച്ഛ് മഹാകുംഭ് സംഘടിപ്പിച്ചതുൾപ്പെടെ 3 ഗിന്നസ് റെക്കോർഡുകളാണ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം പവിത്രമായി കരുതുന്ന ത്രിവേണി സംഗമത്തിൽ ഈക്കോളി ബാക്ടീരിയ സാന്നിധ്യമടക്കം വിവാദങ്ങളും വീഴ്ചകളും കളങ്കം വീഴ്ത്തിയ കുംഭമേളയാണിത്. ജനുവരി 29-ന് മൗനി അമാവാസിയിലെ അമൃത്സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേരാണ് മരിച്ചത്. പ്രയാഗ്രാജിലേക്കുള്ള യാത്രക്കാരെ നിയന്ത്രിക്കുന്നതിൽ വന്ന വീഴ്ചയെ തുടർന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മരണപ്പെട്ടത് 18 പേരും. ആളപായമില്ലെങ്കിലും 5 തവണയാണ് പ്രയാഗ്രാജിൽ തീപിടുത്തമുണ്ടായത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.